ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യൂ. ഭാവിയിലെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിവുള്ള നിരവധിയാളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലങ്ങളും ലോകകപ്പ് വിജയവും മരണവുമെല്ലാം ആപത്തുകളുമെല്ലാം കൃത്യമായി പ്രവചിക്കുന്നവർ. എന്തായിരിക്കും അവരുടെ ഈ കഴിവ് പിന്നിൽ? സിക്സ്ത് സെൻസ് അല്ലെങ്കിൽ ആറാം ഇന്ദ്രിയം എന്നെല്ലാം ആളുകൾ വിളിക്കുന്ന കൃത്യമായ ഉൾവിളി അഥവാ ഉൾപ്രേരണ ഉള്ള ആളുകളെക്കുറിച്ച് അറിയാം. നമുക്കിടയിൽ തന്നെയുള്ള നിരവധി പേർക്ക് ഈ കഴിവുണ്ടാകും. നിങ്ങളുടെ കൂട്ടുകാരോ വീട്ടുകാരോ ഭാവിയിൽ കാര്യം സംഭവിക്കാമെന്ന് പറയുകയും അത് നടക്കുകയും അത് സംഭവിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതം തോന്നിയിട്ടില്ലേ? അതാണ് ഉൾവിളി, ഉൾപ്രേരണ അല്ലെങ്കിൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണുക എന്നെല്ലാം പറയുന്നത്. സാധാരണ ആളുകൾക്ക് കാണാനാകാത്തത്, അതായത് പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവാണത്. അത് 5 രാശിക്കാർക്കാണ്. ഏതൊക്കെയാണ് ആ 5 രാശിക്കാരെന്ന് നോക്കാം. ആദ്യത്തെ രാശി കർക്കടകം. കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവരാണ് കർക്കടകം രാശിക്കാർ. ചന്ദ്രനാണ് ഈ രാശിയുടെ അധിപതി. ദൈനംദിന ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന ഓരോ വികാരങ്ങളെയും ഉൾക്കൊള്ളാനും അതിനോട് പ്രതികരിക്കാനും കഴിവുള്ള ആളുകളാണ് ഈ രാശിയിൽ ജനിച്ചവർ. ഈ സ്വഭാവം മൂലം അവർക്ക് വളരെ പെട്ടെന്ന് വൈകാരികമായ സൂചനകൾ തിരിച്ചറിയാൻ കഴിയും. മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടതെന്നും അവരുടെ മനസ്സിൽ എന്താണെന്നും ഇവർ കൃത്യമായി പറയും. വൈകാരിക പ്രബുദ്ധതയാണ് അവരെ നയിക്കുന്നത്. ആ കഴിവിലൂടെ അവർ അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ രാശി മീനം. കർക്കടകം പോലെ ജലതത്വരാശിയാണ് മീനവും. സ്വപ്നജീവികളും ഭാവനാസമ്പന്നരുമാണ് മീനം രാശിയിൽ ജനിച്ചവർ. ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ ഇവർക്ക് കഴിവുണ്ട്. സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയുമാണ് ഇവർക്ക് അത്തരം കാര്യങ്ങൾ അറിയാനാകുന്നത്. വികാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഉൾവിളികൾ പ്രവർത്തിക്കുന്നത്. ഈ കഴിവിലൂടെ മറ്റ് രാശികൾ അവഗണിക്കുന്ന പല കാര്യങ്ങളും അവർ ഭാവിയിലേക്കുള്ള സൂചനകളായി ഉപയോഗിക്കുന്നു. സങ്കീർണമായ സാമൂഹിക സാഹചര്യങ്ങളും ബന്ധങ്ങളും വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാനും അവയ്ക്കൊത്ത് പ്രവർത്തിക്കാനും ഈ രാശിയിലുള്ളവർക്ക് കഴിയും. വൃശ്ചികമാണ് മൂന്നാമത്തെ രാശി. തീവ്രമായ ഉൾപ്രേരണകൾ ഉള്ള രാശിയാണ് വൃശ്ചികം. വരികൾക്കിടയിലൂടെ വായിക്കാൻ കഴിവുള്ളവരാണ് ഈ രാശിയിൽ ഉള്ളവർ. ആളുകളുടെ ഉള്ളിലുള്ളത് എന്താണെന്നും അവർ മറച്ചുവെക്കുന്നത് എന്താണെന്നും ഇവർ കണ്ടുപിടിക്കും. സത്യങ്ങൾ കണ്ടെത്താനും സാഹചര്യത്തിനൊത്ത് അവരുടെ മാനസികമായ അവസ്ഥ എന്താണെന്നും കണ്ടുപിടിക്കാനും മിടുക്കുള്ളവർ ആണിവർ. നാലാമത്തെ രാശി കുംഭം. പൊതുവെ കാര്യങ്ങൾ പ്രായോഗികമായി വിലയിരുത്താൻ ശേഷിയുള്ള രാശിക്കാരാണ് കുംഭം രാശിയിൽ ജനിച്ചവർ. ഇവർ കൃത്യമായ ഉൾവിളികളുടെ കാര്യത്തിലും മുമ്പിലാണ്. സസൂക്ഷ്മമായി ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇവർക്ക് ഉൾപ്രേരണകൾ നൽകുന്നത്. മറ്റ് ആളുകൾ വിട്ടുകളയുന്ന പലതും ഇവർ ശ്രദ്ധിക്കുകയും അതൊരു സൂചനയായി എടുക്കുകയും ചെയ്യും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കൃത്യമായി പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കും. അഞ്ചാമത്തെ രാശിയാണ് ധനു. പ്രവചനശേഷിയുള്ള മറ്റൊരു രാശിയാണ് ധനു. പോസിറ്റീവ് ആയ ഉൾവിളികളാണ് ഇവർക്ക് ഉണ്ടാകുക. ഈ രാശിക്കാർ അവരുടെ ഉൾപ്രേരണകളെ വിശ്വസിക്കുകയും അത് ഉപയോഗപ്പെടുത്തി പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും റിസ്കുകൾ എടുക്കാനും ധനുരാശിക്കാരെ പ്രാപ്തരാക്കുന്നതും ഈ കഴിവാണ്.